ഇപ്രകാരമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. വിശേഷാല് ഈ സൂം പ്രെയർ മീറ്റിംഗിന് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ ഓർഗനൈസറായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ റോയ് ബേബി അവർ, അദ്ദേഹത്തിന്റെ കുടുംബം, അതുപോലെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസിമാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ ഞങ്ങളുടെ പ്രേ ഫോർ നേഷൻ പ്രെയർ ഗ്രൂപ്പിലുള്ള ദൈവദാസിമാരും ഒക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം. ഈ മീറ്റിംഗ് തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങൾ ദേശത്തായിരുന്നു. അതിൻ്റെ കാരണം കഴിഞ്ഞ ഏപ്രിൽ മാസം 10-ാം തീയതി എൻ്റെ മാതാവ് വേഗത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുവാനിടയായി. വേർപാടിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ചില ഏറിയ നാളുകൾ ദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മടങ്ങി വന്ന ഉടനെ തന്നെ ദൈവദാസൻ മെസ്സേജ് ഇടുവാനും ഈ ഫാസ്റ്റിംഗ് പ്രേയറിൽ ഒരു മെസ്സേജ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അപ്രകാരം ഇന്നത്തെ പകൽക്കാലം എനിക്കായിട്ട് ഒരുക്കി തന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉള്ളുകൊണ്ട് ഒന്ന് ചിന്തിച്ചു, കർത്താവെ, കഴിഞ്ഞ 39 പകലും രാവും ദൈവസന്നിധിയിലിരുന്ന ദൈവദാസന്മാരും ദൈവമക്കളുമാണ് ഇന്ന് പകൽക്കാലവും കടന്നു വന്നിരിക്കുന്നത്. 40-ാം ദിവസം പകൽക്കാലം. ഹാലേലിയ. ഇന്നത്തെ പ്രത്യേകത, ഹാലേലിയ, നമ്മുടെ പ്രെയർ മീറ്റിംഗ് തീരാൻ പോകുന്ന ഒരു പകലാണ്. വൈകിട്ടത്തെ മീറ്റിംഗും കൂടെ ഉണ്ടല്ലോ. എന്നാൽ കഴിഞ്ഞ 39 പകലും രാത്രിയിലും ശ്രേഷ്ഠമേറിയ ദൈവവചനങ്ങളെ, ദൈവിക ആലോചനകളെ, ദൂതുകളെ യഥേഷ്ടം നമ്മൾക്ക് ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. ഹാലേലുയ. അതിൻ്റെയൊക്കെ ഒരു നിവർത്തീകരണത്തിലേക്ക് നമ്മൾ പോകുവാൻ പോവുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പ്രിയ സിന്ധുമോൾ സിസ്റ്റർ പാടി, അത്ഭുതം യേശുവിൻ്റെ നാമം. ഹാലേലു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവാത്മാവ് എനിക്ക് തന്ന വചനത്തോട് ചേർന്നുള്ള കാര്യങ്ങളാണ്. ആമേൻ. അതിനുശേഷം പ്രിയ റോയ് പാസ്റ്ററോട് അവസാനമായൊരു ചെറിയ പ്രബോധനം നമ്മൾ കേട്ടു. ഹാലേലു. ദൈവം വചനം അയച്ച കാര്യം സാധിപ്പിക്കുന്ന ദൈവമാണ്. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് മഴയെയാണ്. ആകാശത്ത് നിന്ന് ആമേൻ മഴയുടെ തുള്ളികൾ മാത്രമാണ് താഴേക്ക് വീഴുന്നത്. എന്നാൽ അത് ഭൂമിയിൽ പതിക്കുമ്പോൾ അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന്, വിതപ്പാൻ വിത്ത്, തിന്മാൻ ആഹാരം. ഹല്ലേലൂയ. അത് രണ്ടും എങ്ങനെയാ ഫലവത്തായി വിളയിക്കുന്നെന്ന. മഴ പെയ്താൽ മുള്ളും പറക്കാരെയും ആമേൻ കിളിർക്കാം. പക്ഷേ തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നത് എന്താണ്? ആമേൻ, വിതപ്പാൻ വിത്ത്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ തിരുവചനമാണ്. ആമേൻ. അതിനോട് ചേർന്ന് കഴിപ്പാൻ ആഹാരം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്ത് 49 ഡിവൈസസ് ഉണ്ട്. ആമേൻ. അതിലും അധികം ദൈവമക്കളെ രാവിലെയും പകൽക്കാലം ജോയിൻ ചെയ്യുകയും പൂർണ്ണമായും ഭാഗികമായും ഉപവാസത്തോട് പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരുന്ന ദൈവമക്കളോട് എനിക്ക് തന്ന വചനത്തെ ഉറപ്പിച്ചുകൊണ്ടാണ് ദൈവദാസന്റെ വചനം കേൾക്കുവാനിടയായത്. ആമേൻ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം നമ്മളോട് സംസാരിച്ച വചനം വെറുതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോവുകയില്ല. അയച്ച കാര്യം സാധിപ്പിക്കും. എന്തിനു വേണ്ടി നമ്മളോട് വചനം പറഞ്ഞു? ഹല്ലേലൂയ. വചനത്തിൽ നിന്ന് ഹല്ലേലൂയ ചിലത് നമ്മൾ പ്രാപിച്ചെടുക്കണം. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത്, ആമേൻ, ഈ ജനത്തോട് പറയണം, ഒരു അധികാരം പ്രാപിച്ചെടുക്കുവാൻ. ദൈവസന്നിധിയിൽ നിന്ന് ഒരു ശക്തിയും ഒരു അധികാരവും നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. അതിൽ കൂടെയാണ് ചില പ്രവൃത്തികൾ മുന്നോട്ട് ചെയ്യുവാനായിട്ടുള്ളത്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 39 ദിവസക്കാലം ദൈവസന്നിധിയിലായിരുന്നു. ദൈവത്തിന്റെ സന്നിധാനം നമുക്ക് എന്താണ്? അത് സന്തോഷത്തിന്റെ ഇടമാണ്. ഒരുപാട് പ്രാർത്ഥനാ ലിസ്റ്റുകൾ ഹല്ലേലൂയ ദൈവദാസൻ പറഞ്ഞു. പ്രിയ ദൈവദാസി മിനി സിസ്റ്റർ അതൊക്കെ എടുത്ത് ആമേൻ അതിനോട് ചേർത്ത് വെച്ച് ഇന്ത്യയിലുള്ള പല വിഷയങ്ങളെ ചേർത്ത് നമ്മുടെ രാജ്യങ്ങളെ ചേർത്ത് പ്രാർത്ഥിക്കുവാനിടയായി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരങ്ങളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അപേക്ഷയായി, യാചനയായി ആ സന്നിധിയിലുണ്ട്. തക്ക സമയത്ത് ദൈവം അതിന്റെ എല്ലാം മറുപടി അയക്കും. ഹല്ലേലൂയ. നാം ദുഃഖിച്ച് കടന്നു വന്നവരുണ്ട്. ഒത്തിരി ആവശ്യ ഭാര്യങ്ങളോട് കടന്നു വന്നവരുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ അടുത്ത നിമിഷം കർത്താവേ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച് ആകുലപ്പെട്ട് ഭാരപ്പെട്ടൊക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്തവര്, ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ. ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ എന്തെല്ലാം അർപ്പിച്ചുവോ,
ഹാലേലിയ അവിടെ നിന്ന് നമുക്കൊരു സമാധാനം വരുവാനായിട്ടിടയായിത്തീരും. യഹോവയുടെ സന്നിധിയിലെ സന്തോഷം അത് നമ്മുടെ ബലമാണ്. ഹാലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും നമുക്ക് സന്തോഷിക്കുവാനുള്ളൂ, എന്തെങ്കിലും സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം ലോക സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആമേൻ. എവിടേക്ക് നോക്കിയാലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്നുള്ള ഭയവും ഭീതിയുമാ. ഹല്ലേലൂയ. ക്ഷാമത്തിൻ്റെത് ഒരു സൈഡ്, യുദ്ധത്തിൻ്റെത് ഒരു സൈഡ്, പകർച്ചവ്യാധികൾ ഒരു സൈഡ്, ആമേൻ, നിയമങ്ങൾ മറ്റൊരു സൈഡ്. അങ്ങനെ സാമൂഹിക തലങ്ങളില്, രാഷ്ട്രീയ തലങ്ങളില്, ആമേൻ, തലമുറയോടുള്ള ബന്ധത്തില്, കുടുംബ തലങ്ങളില്, ആമേൻ, സാമ്പത്തിക മേഖലകളില്, എല്ലാ തലങ്ങളിലും ഈ കാലഘട്ടം വല്ലാത്ത ഒരു ആശങ്കയിൽ കൊണ്ടു നിർത്തിയിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ഒരുവൻ മാത്രമേ നമ്മളോട് പറഞ്ഞോളൂ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. ആരാണത്? ആകാശത്തെ നിർമ്മിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ, ഭൂമണ്ഡലത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ആമേൻ, തൃക്കരങ്ങൾ കൊണ്ട് നമ്മളെ മെനഞ്ഞുണ്ടാക്കിയ നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, അവൻ എന്നേക്കും ജീവിക്കുന്ന മഹാരാജാവ്, നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ആമേൻ. എന്റെ ജനമേ, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ സമാധാനമായിരിപ്പീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യമാണ് നമ്മളോട് കൂടെയുള്ളത്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ഉറപ്പോടെ നിൽക്കുവാൻ, ധൈര്യത്തോടെ നിൽക്കുവാൻ, സമാധാനത്തോടെ നിൽക്കുവാൻ, ആമേൻ, ഒരു ദൈവ പൈതലിന് മാത്രമേ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിലുള്ള സന്തോഷം നമുക്കൊരു പരിപൂർണത തരുന്നത്. 16-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നില്ലേ, യഹോവയുടെ സന്നിധിയിലെ സന്തോഷം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം പറയുന്നു, നിങ്ങൾ എന്റെ സന്നിധിയിൽ വന്ന് എന്നോട് അപേക്ഷിപ്പീൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ഞാൻ ചെയ്തു തരും. ഈ ലോകത്തിൽ സന്തോഷം ലഭിക്കാൻ ആമേൻ പലരും പലതും നോക്കുന്നുണ്ട്. ചിലർ മദ്യത്തിലേക്ക് പോകും, ചിലർ ചില എൻജോയ്മെന്റിന് വേണ്ടി, ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വിവിധ തലങ്ങളിലേക്ക് അവർ പോകും. എല്ലാം താൽക്കാലികമാ. അതൊന്ന് വിട്ടു കഴിയുമ്പോൾ ഏറിയ നിരാശയാണ് വരുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ചിലത് ലഭിക്കുകയില്ല. ഈ ലോകത്തിലെ സന്തോഷവും സമാധാനവും വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കുന്നതല്ല, ആരോഗ്യം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ലഭിക്കുന്നതല്ല. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന ജോലി കൊണ്ടോ നമ്മുടെ സമ്പത്തിന്റെ ബഹുത്വം കൊണ്ടോ ലഭിക്കുന്നതല്ല. ഹല്ലേലൂയ. എന്നാൽ ഈ ലോകത്തിന്റെ ഏതൊരു കാര്യത്തിൽ കൂടെ നമ്മൾ നേടുന്നതിനേക്കാളും അധികമായി നമുക്ക് തരാമെന്ന് പറഞ്ഞ് ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞവൻ ഒരുവൻ മാത്രമാണ്. ഹല്ലേലൂയ. അതാരാണ്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. കാലത്തിന്റെ തികവിൽ ആമേൻ കന്യകയിൽ ഭൂജാതനായി, ആമേൻ, ഈ ലോകത്തിൽ സാക്ഷാൽ ദൈവമായിരുന്ന കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മളെ പോലെ ഹല്ലേലൂയ ഒരു മനുഷ്യനായി ജനിച്ച്, ഹല്ലേലൂയ, തന്റെ ജീവനും തന്റെ രക്തവും നമുക്ക് മറുവിലയായി തന്നു. നഷ്ടപ്പെട്ട മനുഷ്യവർഗത്തെ വീണ്ടും നേടിയെടുത്ത് തന്റെ മക്കളാക്കി നിർത്തുവാൻ തക്കവണ്ണം ഈ ലോകത്തിലേക്ക് വന്ന സകല പ്രവൃത്തി നിവർത്തിച്ച ശേഷം താൻ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുന്നമേ തൻ്റെ മക്കളോട് പറഞ്ഞതാണ്, ഹല്ലേലൂയ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. കാരണം എന്താ? കർത്താവ് ഇത് പറയണമെങ്കിൽ കാരണം എന്താ? സമാധാനം ഇല്ലാത്ത ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ്. ഹല്ലേലൂയ. സമാധാനമില്ലെങ്കിൽ അതിനോടുകൂടെ സ്നേഹമില്ല, അതിനോടുകൂടെ ദയയില്ല, പരോപകാരമില്ല, വിശ്വസ്തതയില്ല, സൗമ്യതയില്ല, ഇന്ദ്രിയജയമില്ല. ഹല്ലേലൂയ. സാഖ്യലാത്മാവിന്റെ ഗുണങ്ങളും അതോടൊപ്പം തകർന്നു പോവുകയാണ്, നഷ്ടപ്പെട്ടു പോകുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, എല്ലായിടങ്ങളിലും നമുക്കുറപ്പോടെ നിൽക്കുവാൻ സാധിക്കും, വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിന്റെ സന്നിധി നമുക്ക് സംരക്ഷണത്തിന്റെ ഇടമാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളെപ്പോഴും നമ്മുടെ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന ഇടം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നില്ല, ഞാൻ കാലത്തും ഉച്ചയ്ക്കും അല്ലെങ്കിൽ വൈകിട്ടും കാലത്തും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. 88-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, ഞാൻ തിരുസന്നിധിയിൽ വന്ന് നിലവിളിക്കുന്നു. എന്തിനു വേണ്ടിയാ? ഇന്നത്തെ അധികാരികളുടെ മുമ്പിൽ നിലവിളിച്ചാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഏതിടത്ത് പോയി നിലവിളിച്ചാലും അവർക്കൊരു പരിധി വരെ സഹായിക്കുവാൻ കഴിയുകയുള്ളൂ, അമ്മയെ സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സന്നിധി നിലവിളിക്കുന്ന ദൈവ പൈതലെ, പർവ്വത സമാനമായ പ്രതിസന്ധി
പ്രതിസന്ധിയാണ് നിന്റെ മുമ്പിൽ ഉള്ളതെങ്കിലും ആമേൻ 97 സങ്കീർത്തനം 5-ാം വാക്യം പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ, സർവ്വഭൂമിയുടെയും കർത്താവിന്റെ സന്നിധിയിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകും. ആമേൻ. ഒന്ന് പറഞ്ഞാട്ട് ദൈവമക്കളെ, ഹല്ലേലൂയ. പർവ്വത സമാനമായ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, 3 പർവ്വതങ്ങളെ കുറിച്ച്, മണ്ണോ കല്ലോ ആമേൻ പാറകളോ ഒന്നുമില്ലാത്ത ചില പർവ്വതങ്ങളെ കുറിച്ച് ദൈവവചനത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും എന്റെ പ്രസംഗ വിഷയമല്ല, ദൈവാത്മാവ് തന്നതിലേക്ക് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. എങ്കിലും ഒന്ന് ആമേൻ ഒരു ഇൻട്രൊഡക്ഷനായി പറയുക. ഒന്നൊരു അന്ധകാര പർവ്വതമുണ്ട്. യിരെമ്യാവ് 13-16 വാക്യം. ആമേൻ. നിങ്ങളുടെ കാൽ ആമേൻ ഇരുട്ടാകുന്നതിന്, നിങ്ങളുടെ കാൽ അന്ധകാര പർവ്വതത്തിൽ കുടുങ്ങുന്നതിന് മുന്നമേ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെയും പ്രതിസന്ധികളുടെയും കൂരിരുട്ടിന്റെയും അനുഭവങ്ങൾ അടുത്ത ചുവട് എവിടെ വെക്കുമെന്ന് അറിയുവാൻ കഴിയാതെ നമ്മുടെ കാല് കുടുങ്ങിപ്പോവാൻ വരുന്നതിന് മുന്നമേ നമ്മളോട് പറഞ്ഞിരിക്കുന്നു, ആമേൻ, വിളിച്ചു വേർതിരിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട കർത്താവിന് എല്ലായിടങ്ങളിലും മഹത്വം കൊടുക്കുക, സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുക. ഹല്ലേലൂയ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മളിലേക്ക് വരും. അവിടെ എല്ലാ അന്ധകാരങ്ങളും ഓടിപ്പോകും. ഇരുട്ടൊക്കെ ആമേൻ മധ്യാഹ്നം പോലെ പ്രകാശിക്കും. ആമേൻ. ചിന്തിച്ച് ഭാരപ്പെട്ട് വ്യാകുലപ്പെട്ടിരിക്കുവാനല്ല. ഒത്തിരി കുഞ്ഞുങ്ങളുടെ വിഷയങ്ങൾ പറഞ്ഞല്ലോ, പഠനതലങ്ങളിലുള്ള പ്രതികൂലങ്ങൾ, ജീവിതത്തിന്റെ മേഖലകളിലുള്ള പ്രതികൂലങ്ങൾ, നിയമപരമായി കൊണ്ടുവന്നിരിക്കുന്നത്, കുടുംബത്തിലുള്ള ആമേൻ സമാനമായത്, ആമേൻ കുടുംബ ജീവിതത്തിലുള്ളത്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ആമേൻ നാം കേട്ടതുപോലെ ദൈവം തന്റെ വചനം അയച്ച ചിലതിനെയൊക്കെ വെട്ടിമാറ്റുന്ന പകൽക്കാലമാ, ചിലതിനെയൊക്കെ തകർത്ത് കളയുന്ന പകൽക്കാലമാ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആമേൻ. മഹത്വം കൊടുത്ത ചില അന്ധകാര പർവ്വതങ്ങൾ നീങ്ങിപ്പോകുവാനിടയാകും. ആമേൻ. സഖറിയ 4:7 പറഞ്ഞിട്ടുണ്ട്, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. സെരുബ്ബാബേൽ അവരാരായിരുന്നു? ആലയത്തിന്റെ പണിക്ക് വേണ്ടി പോയ ഭക്തന്മാരാ. അതിന്റെ പണി പൂർത്തീകരിക്കാതിരിക്കുവാൻ ഹല്ലേലൂയ യോശുവയുടെ അടുക്കല, സെരുബ്ബാബേലിന്റെ അടുക്കൽ മഹാപർവ്വതം പോലെ നിന്ദകള്, പരിഹാസങ്ങള്, പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായി കടന്നു വന്ന് ഒരു പർവ്വത സമാനമായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരോട് പറയുക, ഹല്ലേലൂയ, അത് കൃപ കൃപ എന്ന ആർപ്പോട് അതിനെ ആണിക്കല്ല് കയറ്റും. ആ പർവ്വതത്തെ സമഭൂമിയാക്കും. ദൈവകൃപ നമുക്ക് ദാനമായി തന്ന അവന്റെ നിറവിൽ നിന്ന്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപയും കൃപമേൽ കൃപയുമുണ്ട്. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, ആ കൃപയുടെ ആധിക്യത്താൽ ചില പ്രതികൂലങ്ങൾ ഇന്ന് പകൽക്കാലം തകരട്ടെ. പർവ്വത സമാനമായത്. ഹല്ലേലൂയ. അതുപോലെ രമ്യാവിൽ പറയുന്നുണ്ട്, സർവഭൂമിയെ നശിപ്പിക്കുന്ന വിനാശ പർവ്വതമേ. അതാരാ? ശത്രുവായ പിശാചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. ദൈവാത്മാവിന്റെ ഹൃദയത്തിലേക്ക് തന്ന 2 വചനം. ഒന്ന് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെ. ആമേൻ. വേഗത്തിലെടുത്തവർ വായിച്ചാട്ടെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 15 വരെയും അതിനോട് ചേർന്ന് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുമുള്ള ഭാഗങ്ങൾ വേഗത്തിൽ നമുക്ക് വായിക്കാം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിനെ അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനെ അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. ശീമോന് പത്രോസ് എന്ന് പേരിട്ടു. അതുവരെ മതി. അടുത്തത് മത്തായി 28:18 മുതൽ വായിച്ചാട്ടെ. സ്തോത്രം. ചിലരോ സംശയിച്ചു. യേശു അടുത്തിയെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നരുൾ ചെയ്തു.
ആമേൻ. സ്തോത്രവചനം വായിച്ച് സഹായിച്ച പ്രിയ ദേവദാസിമാരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മാറ്റമില്ലാത്ത തിരുവചനത്തിനായി ഞങ്ങൾ നന്ദിയോടങ്ങെ വാഴ്ത്തുന്നു. കഴിഞ്ഞ 39 ദിവസക്കാലം രാവും പകലും അങ്ങയുടെ സന്നിധിയിലായിരുന്ന ഞങ്ങളുടെ മക്കളാണ്. ഇന്ന് പകൽക്കാലം പുതിയ ബലം ധരിപ്പിക്കണം, പുതിയ ശക്തി ധരിപ്പിക്കണം, ചൈതന്യം വരുത്തണം കർത്താവേ. അയച്ച വചനം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കുന്നതായി ഇന്ന് പകൽക്കാലം വചനത്തിന്റെ വലിയൊരു പ്രവൃത്തി അയക്കണം. സംസാരിപ്പാൻ കൃപ നൽകണമേ. കേൾക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഹല്ലേലൂയ അത് ഫലവത്താക്കി നൽകണം കർത്താവേ. മുഴുമഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ. പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ താൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. അവരോട് പറയുന്നതായ ആമേൻ ഒരു തിരുവചന ഭാഗമാണ് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുവാനിടയായത്. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്ക വിളിച്ചു. ഹല്ലേലൂയ. തനിക്ക് ബോധിച്ചവരെയൊക്കെയാണ് തന്റെ ശിഷ്യഗണങ്ങളായി തിരഞ്ഞെടുത്തത്. ഇവിടെ നമുക്ക് പ്രത്യേകമായി കാണാൻ പറ്റുന്നത് 1 ശിഷ്യന്മാർ, 2 ആമേൻ അവരോട് കൂടെയുള്ള യേശു. അപ്പൊ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഒരു വലിയ ആമേൻ ദൗത്യം, ഒരു ഡ്യൂട്ടി അവരെ ഏൽപ്പിക്കുകയാണ്. എന്താണ് അവരോട് പറഞ്ഞത്? ഹല്ലേലൂയ. അവന്റെ അരികെ വന്നു. അപ്പൊ ശിഷ്യന്മാരുടെ അരികിലേക്ക് കർത്താവ് വന്നു. എന്നിട്ട് പറയുകയാണ് ആമേൻ അവൻ എന്തിനു വേണ്ടി അവരെ തിരഞ്ഞെടുത്തേ? 1 തന്നോട് കൂടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. അടുത്തത് എന്താണ്? പ്രസംഗിക്കേണ്ടതിന് അയക്കുവാൻ. അടുത്തത് എന്താണ്? ഭൂതങ്ങളുടെ മേല് അവർക്ക് അധികാരമുണ്ടാകുവാൻ, ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാക്കുവാൻ. ഹല്ലേലൂയ. ആമേൻ. വ്യക്തമായി പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളാണ്. 1 ഹല്ലേലൂയ യേശു വിളിച്ച പ്രിയപ്പെട്ടവർ, നമ്മയൊക്കെ കർത്താവ് വിളിച്ചിരിക്കുക. എങ്ങനെ വിളിച്ചതാ? തന്റെ രക്തത്താലും ജീവനും മറുവിലയായി തന്ന് നമ്മളെ വിളിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് നമ്മളെ തന്റെ അടുക്കൽ ഹല്ലേലൂയ നാം വിശ്വസിച്ച് തന്റെ സന്നിധിയിൽ വന്ന് ഹല്ലേലൂയ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് തന്റെ ശിഷ്യഗണങ്ങളാക്കി നമ്മെ ഓരോരുത്തരെ കർത്താവ് വേർതിരിച്ച് നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ അന്ന് ശിഷ്യന്മാരോട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കൈമാറുകയാണ്. ഹല്ലേലൂയ കൂടെ ഇരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ഇരുന്ന ദൈവമക്കളെ ഹല്ലേലൂയ നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമുണ്ട്. എന്നും നമ്മൾ പ്രവചനം കേൾക്കുവാനല്ല, എന്നും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുവാനല്ല, പിന്നെയോ ഹല്ലേലൂയ യേശുവിനോട് കൂടെ ഇരുന്നിട്ട് യേശുവിൽ നിന്ന് നമ്മൾ ചിലത് കേട്ടിട്ട് ഹല്ലേലൂയ നമ്മുടെ ദൈവം നമ്മളെ അയക്കുന്ന ദൈവമാ. ഹി ഈസ് എ സെൻഡിങ് ഗോഡ്. ഹല്ലേലൂയ വെറുതെ അയക്കത്തില്ല, ഒരു അധികാരത്തോടെയാ ദൈവം അയക്കുന്നത്. ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ച കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ സന്നിധി ഇരുന്ന ജനത്തോട് പറയണം. ആമേൻ. ഇനിയും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങുവാനായിട്ടല്ല. ആമേൻ. ഉയരത്തിൽ നിന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് 58 ഡിവൈസസ് ഞാൻ ഉൾപ്പെടെ ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാ. ഒരധികാരം നമ്മൾ പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. നമുക്ക് വലിയ ആമേൻ ഉത്തരവാദിത്തങ്ങളുണ്ട്, വലിയ ഡ്യൂട്ടിയുണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഏറിയ വർഷങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ നാട്ടുകളിൽ, നാട്ടിൻ പ്രദേശങ്ങളില് എവിടെങ്കിലും ഒരാൾക്കായിരിക്കും ഒരു കിണറുള്ളത്. അപ്പൊ അയല വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പാത്രങ്ങൾ കൊണ്ട് വെള്ളം കോരുവാൻ വരും. ടെക്നോളജി ഒന്നും ഇത്രത്തോളം ഇല്ല. ഹല്ലേലൂയ. സമ്പത്ത് ഇത്രത്തോളം ഇല്ല. അപ്പൊ കിണറുള്ള വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ ആമേൻ വേനൽക്കാലത്ത് കിണറ്റിലെ വെള്ളം വറ്റുമ്പം നമ്മൾ അടുത്തുള്ള കിണറുകളിൽ പോയി വെള്ളം കോരും. ഹല്ലേലൂയ. എന്നിട്ട് ആ കോരുന്ന വെള്ളമൊക്കെ എന്തോ തീരുമ്പം പിന്നെയും പോയി വളരെ ലിമിറ്റ് ചെയ്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സ്വന്തമായിട്ടൊരു കിണറുണ്ടെങ്കിലോ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുക ആമേൻ മറ്റുള്ളവരുടെ അടുക്കൽ പോയി അധികാരം വാങ്ങാനല്ല, നമുക്ക് സ്വന്തമായിട്ട് അധികാരം പ്രാപിച്ചെടുത്താൽ നമ്മൾ വാങ്ങുന്നവരല്ല, നമ്മൾ അനേകർക്ക് കോരിക്കൊടുക്കുന്നവരായി, അനേകർക്ക് വിതറിക്കൊടുക്കുന്നവരായി. ഒരധികാരത്തിന്റെ ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ. കൂടിയിരിക്കുന്നവരോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അവരോടാണ് ഇടപെടുന്നത്. ഹല്ലേലൂയ. അവരെയാണ് അയക്കുന്നത്. എന്താണ് അയക്കുന്നത്? അവരോട് പറയും, നിങ്ങൾ പോയി പ്രസംഗിപ്പീൻ. എന്ത് പ്രസംഗിക്കണം? ലൂക്കോസ് 4:18-19 വാക്യം. ആമേൻ. നസ്രത്ത് മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നതായ ഒരു വാക്യമാണ്. ഹല്ലേലൂയ. എന്താ? ആമേൻ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ബദ്ധന്മാർക്ക് വിടുതൽ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആലയത്തിൽ ചെന്നപ്പോൾ എടുത്ത് വായിച്ചൊരു ഭാഗമാ. അത് യെശയ്യാ
പ്രവാചകന്റെ പുസ്തകത്തില് 61:1-7 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാ. അവിടെ പറഞ്ഞിരിക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. എന്നിട്ടെന്താ? ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കണം, അടിവരയിട്ട് വെക്കണം. കർത്താവ് പറഞ്ഞതാ. ഹല്ലേലൂയ, ആമേൻ. സയന്റിഫിക് ആയിട്ട് അത് ലോജിക്കാണോ ദൈവമക്കളെ? ഒരു കുരുടന്റെ മുമ്പിൽ പോയി പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അവന് സൗഖ്യമാകുമോ? പക്ഷെ കർത്താവിന്റെ പ്രമാണം, കർത്താവിന്റെ മെഡിസിൻ, കർത്താവിന്റെ പ്രവൃത്തി, ആമേൻ, അത് വേറൊരു തലങ്ങളിലാ. അത് സയൻസിനോട് നമുക്ക് ഒത്തുവെക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രസംഗിപ്പീൻ. ഹല്ലേലൂയ. അതാണ് പറഞ്ഞ കർത്താവിന്റെ അടുക്കൽ ഇരുന്ന് പ്രാപിച്ചെടുത്തിട്ട് ഹല്ലേലൂയ ബദ്ധന്മാരോട്, ആമേൻ, ശത്രു അടിമയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്റ്റീവായ അടിമകളായി പിടിച്ച ഒരു കൂട്ടം മക്കളുണ്ട്. ഹല്ലേലൂയ. അവരെടുക്ക പോയി പ്രസംഗിക്കണം. ഹല്ലേലൂയ. ആത്മീയ കണ്ണുകൾ കുരുടായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഭൗതിക കണ്ണ് തുറന്നിരുന്നിട്ട് ശത്രുവായവൻ ഒരുപാട് കാര്യങ്ങൾ രസിക്കുവാൻ മുമ്പിലൊന്ന് ഇട്ടുകൊടുക്കും. ഓരോ വിരളും അധിക ദൈവമക്കളെ ഹല്ലേലൂയ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നകർന്നു പോയി കുരുടാരായി തീർന്നുകൊണ്ടിരിക്കുന്ന തലമുറ. നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ വെറുതെയല്ല. ദൈവദാസൻ ആത്മപ്രേരണ കൊടുത്ത് ഇത്രത്തോളം മക്കളെ കൂട്ടിച്ചേർത്ത് കുത്തിയിരുത്തി പ്രാർത്ഥിപ്പിച്ചത്. ആമേൻ. ഓരോ നിമിഷവും പ്രവാചകൻ കയറുന്നു, പ്രവാചകി കയറുന്നു. അല്ല ദൈവമക്കളെ, പ്രവചനങ്ങൾ പലതും. ഹല്ലേലൂയ, ആമേൻ. എല്ലാം ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. യഥാർത്ഥ പ്രവാചകനോ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് അവൻ ആത്മാവിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തും. ആമേൻ. ജീവിതത്തിന്റെ കുറവുകളെ കാണിച്ചു തരും. ഹല്ലേലൂയ. ദിവസങ്ങളിൽ നമുക്ക് ഒരുപടി കൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് പ്രസംഗിക്കണം. ഹല്ലേലൂയ. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ? ഹല്ലേലൂയ, പീഡിതർക്ക് വിടുതൽ പ്രസംഗിക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കണം. ഒരുപാട് കാര്യങ്ങളുണ്ട് ഹല്ലേലൂയ പ്രസംഗിക്കുവാനായിട്ട്. ആമേൻ, ആമേൻ. വേർതിരിച്ചു നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്റെ സമയം ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്തിട്ടിട്ട് ആത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ വീണ്ടും വായിച്ചുകൊള്ളുക. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 6 വരെ നമ്മൾ വായിക്കവിടെ കാണാം. അവൻ 12 വരെ അടുക്ക വിളിച്ചു. സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാൻ അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളൊക്കെ ആരാ? കർത്താവിന്റെ ശിഷ്യഗണങ്ങളാ. ഹല്ലേലൂയ. നമ്മൾ ആമേൻ ആരംഭത്തിൽ തിരഞ്ഞെടുക്കുമ്പോഴുള്ള വാക്യമാ മർക്കോസ് 3:13 വരെ നമ്മൾ വായിച്ചത്. ആമേൻ. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്റെ ശിഷ്യഗണങ്ങൾ കൊടുത്ത ദൗത്യമാണ് നമ്മൾ മത്തായി 18:28 മുതൽ നമ്മൾ വായിച്ചത്. കർത്താവ് പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കൊണ്ട് നിങ്ങൾ പോകുവിൻ, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. അപ്പൊ ശിഷ്യനും ഗുരുവും എന്നുള്ള ബന്ധമാണ് നമുക്ക് കർത്താവുമായിട്ടുള്ളത്. ആ ശിഷ്യഗണങ്ങളെ ഏൽപ്പിച്ചതാണ്. എന്താ? ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഞാൻ നിങ്ങൾക്ക് ശക്തി തരുന്നു. എന്തിനാ? തമ്മിത്തല്ലുണ്ടാക്കാനൊന്നുമല്ല. ദൈവമക്കളെ, നമുക്കെതിരെ നിന്ന് പോരാടുന്ന ആമേൻ ശത്രുവായ പിശാചിന്റെ ബലത്തെ തകർക്കുവാൻ ദൈവമക്കളാകുന്ന നമ്മൾ ആത്മാവിന് ഐക്യതയിലെ സ്നേഹത്തിന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരാത്മീയ യുദ്ധം ചെയ്യുവാൻ. ഓ എന്തുകൊണ്ടാ ദൈവമക്കളെ ഈ കാലഘട്ടങ്ങളിൽ ആമേൻ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന് മെസ്സേജിനൊന്നും ഒരു കുറവുമില്ല. ആമേൻ. യൂട്യൂബിലോട്ട് കയറിയാൽ, ഏത് മീഡിയകളിൽ കയറിയാൽ നമ്മളൊന്ന് ഓപ്പൺ ആക്കിയാൽ മതി. മീറ്റിങ്ങുകൾക്ക് കുറവില്ല, വചനം കേൾക്കുന്നതിന് ഒരു ക്ഷാമവുമില്ല. പക്ഷേ ഇന്നൊരു വചനം കിട്ടാനും ക്ഷാമമില്ല. ആമേൻ. അങ്ങോട്ട് കയറി വന്ന് അടിച്ചാൽ മതി. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ഉണ്ട്, എത്ര വചനം വേണമെങ്കിലും ഒഴുക്കിത്തരും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കർത്താവിന്റെ സന്നിധിയിൽ സമയങ്ങളെ വേർപെട്ടിരുന്ന് ആമേൻ ദർശനത്തിലൂടെ വെളിപ്പാടിലൂടെ ഒരു വചനം പ്രാപിച്ചുകൊണ്ട് ആ വചനം പോയി ആരോട് പറഞ്ഞാലും അതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന് ശക്തി വ്യാപരിക്കും, മറ്റൊന്നൊരു അധികാര ശുശ്രൂഷ വ്യാപരിക്കും. ദൈവമക്കളെ, എത്ര പേരുന്ന് സുവിശേഷ നിമിത്തം സൗഖ്യം പ്രാപിക്കുന്നു? ഇന്ന് ഹോസ്പിറ്റലിന്റെ എണ്ണം കൂടുന്നില്ലേ? ആമേൻ. ദൈവജനങ്ങളുടെ ഭവനങ്ങളിൽ രോഗികൾ വർദ്ധിക്കുന്നില്ലേ? ഞാൻ സഹിതം നമ്മൾ ചിന്തിക്കേണ്ട കാലയളവാ. ഹല്ലേലൂയ. എന്നെ സഹിതം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാ. നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ. ആദിമകാലത്ത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ അവർ ദൈവസന്നിധിയിൽ ഓരോരോ കണ്ണുനീരൊഴുക്കി വെറും മണ്ണെണ്ണ വിളക്കിന്റെ കീഴിലിരുന്ന് രാപ്പകൽ അവർ കരഞ്ഞു നിലവിളിച്ചു. അതിന്റെ ഫലമല്ലേ ഇന്ന് ഈ തലമുറ
തലമുറ ആഗോളവ്യാപകമായി സ്പ്രെഡ് ആയിരിക്കുന്നത്. അവർ തരുന്ന നന്മകൾ കൊണ്ട് അഹങ്കരിച്ചു പോയാൽ ഹല്ലേലൂയ തലമുറകളെ ചെന്നെത്തിയിരിക്കുന്നിടത്ത് പ്രാർത്ഥനയുണ്ടോ, ആത്മീയമുണ്ടോ, സമ്പത്തിലും പലവിധങ്ങളിലും കെട്ടപ്പെട്ട് ഹല്ലേലൂയ ഇന്നത്തെ മോഡേൺ ടെക്നോളജി അവരിൽ ആവസിച്ചിട്ട് വലിയ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാം ഉണർന്നേ മതിയാവുകയുള്ളൂ. ഹല്ലേലൂയ അധികാരം നമ്മൾ പ്രാപിച്ചെടുക്കണം. ആമേൻ. ഈ കഴിഞ്ഞ 39 ദിവസക്കാലം ദൈവസന്നിധിയിൽ ദൈവമക്കളെ ഒന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ ഹല്ലേലൂയ ഷീജ സിസ്റ്റർ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഷൈലാൻഡിയ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എൽസി ആൻഡി ഹല്ലേലൂയ ലീലാമേൻഡി ഓരോ പ്രിയപ്പെട്ടവരും ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ എനിക്ക് കൃപ പോരാ, എനിക്ക് ഈ വചനം മാത്രം പോരാ, ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്, ഇതിനകത്തൊരു അധികാരമുണ്ട്. ആമേൻ ഹല്ലേലൂയ. അതിൽ കൂടെ ചില വൻ കാര്യങ്ങളെ എനിക്ക് ചെയ്തെടുക്കുവാൻ ഹല്ലേലൂയ അധികാരവും ശക്തിയും പ്രാപിച്ച ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ നമ്മുടെ പേരൊന്നും വലുതാകണമെന്നൊന്നുമില്ല. ഹല്ലേലൂയ കർത്താവ് ആമേൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആമേൻ ഈ അവിടെ ശിഷ്യന്മാരെ അയക്കുമ്പോ 10-ാം അധ്യായം 1-ാം വാക്യം വേറെ 70 പേരെയും കൂടെ കർത്താവ് തെരഞ്ഞെടുത്ത് ഇരണ്ടായിട്ട് അയച്ചു. അവരെ അയച്ചിട്ട് അവര് പട്ടണം തോറും ഗ്രാമം തോറും പോയി സുവിശേഷം അറിയിച്ചു. അതിന്റെ 17-ാം വാക്യം 10-10 ലൂക്കോസ് 17 മുതൽ താഴോട്ട് അവിടെ വായിക്കുകയാണ്. ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നിട്ട് കർത്താവിനോട് പറയാൻ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു, ഒത്തിരി പ്രവൃത്തികളൊക്കെ നടന്നൊക്കെ വന്ന് വിവരിക്കുമ്പോ കർത്താവ് പറയുകയാണ്, അയച്ച കർത്താവ് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ജാഗരിക്കുക. ഓർക്കണം ദൈവമക്കളെ, നാം കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം വാങ്ങിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയാൽ വചനം തന്നവൻ നമുക്ക് വേണ്ടി ജാഗരിക്കും. ഹല്ലേലൂയ. അവിടെ പറയുന്ന വചനത്തിനകത്തൊന്നുമല്ല, അതിനകത്ത് കർത്താവിന്റെ ശക്തിയും അധികാരവും പകരുമ്പോൾ ഹല്ലേലൂയ ആകാശത്ത് നിന്ന് പൈശാചിക ശക്തികൾ മിന്നല് പോലെ വീഴുവാനിടയാകും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയാ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പിന്നെ ഒരു വാക്കൂടെ പറഞ്ഞു, ഹല്ലേലൂയ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല. അടുത്ത വാക്യം അണ്ടർലൈൻ ചെയ്ത് വീണൊന്ന് കരയണം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിപ്പീൻ. ഹല്ലേലൂയ. വചനം കേട്ടത് കൊണ്ടൊന്നും പേരവിടെ എഴുതത്തില്ല. അവൻ പ്രവചനം കേട്ടത് കൊണ്ട് പേരവിടെ എഴുതത്തില്ല. വ്യക്തമായി കർത്താവ് പറഞ്ഞതാ. ഹല്ലേലൂയ. ഒരു അധികാരം നമ്മൾ പ്രാപിക്കണം ക്രിസ്തുവിന്റെ നാമനിമിത്തം. ശിഷ്യഗണങ്ങൾക്ക് കൊടുത്ത അധികാരം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ ദേശങ്ങളിലൊക്കെ വലിയ വിടുതലുകൾ നടക്കും, സഭയ്ക്കകത്ത് നടക്കും. ഇന്നത്തെ സഭകളൊക്കെ എന്തൊരവസ്ഥയിൽ പോകുക, പിശാചിട്ട് അമ്മാനമാടുകയല്ലേ. അവിടെ സ്നേഹമുണ്ടോ, ഐക്യതയുണ്ടോ, ആത്മീയ പ്രവൃത്തിയുണ്ടോ, അധികാര ശുശ്രൂഷയുണ്ടോ, എന്ത് നടക്കുന്നു? അവന്റെ കളിസ്ഥലമായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മക്കളെ, ആത്മാർത്ഥമായി ദൈവസഭകൾക്ക് വേണ്ടി നാം കരയണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടിയാണത്. ഏത് സഭയിലും ആട്ടെ, ഒറ്റ സഭയേ ഉള്ളൂ. ഞാൻ പിന്നത്തേതിലത് പറയാം. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച ഡ്യൂട്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രു എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുവോ ആ തലങ്ങളിൽ അതിനെതിരെ നിന്നുകൊണ്ട് ഹല്ലേലൂയ നാം പ്രസംഗിക്കണം, നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അത് നിമിത്തം വലിയ പ്രവൃത്തി ഒന്ന് നമ്മളിൽ വെളിപ്പെടും. നമ്മുടെ പേരവിടെ എഴുതും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ വെളിപ്പെടും. ഡൈവേഴ്സ് നിന്റെ ഭവനത്തിൽ നടക്കത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങളെ വിവാഹത്തിന് എഗൈൻസ്റ്റ് ചെയ്തവരെ എതിർക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ കുഞ്ഞ് ജോലിയിൽ അലയത്തില്ല, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകത്തില്ല, ദുഷ്ട കൂട്ടുകൾക്ക് അടിമയാകയില്ല. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു അധികാരം പ്രാപിക്കാമോ മാതാക്കളെ? ആമേൻ. വിളിച്ചു പറ, ഹല്ലേലൂയ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചതാ. നിന്റെ രക്തവും ജീവനും എനിക്ക് മറുവിലയായി തന്നതാ. ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതാ. വിശ്വസിച്ചുകൊണ്ട് പറ, യേശുവിന്റെ ശക്തി കുറഞ്ഞു പോകത്തില്ല. ലോകത്തിന്റെ അവസ്ഥകൾ മാറും, ടെക്നോളജി മാറും, ലിവിംഗ് സ്റ്റാറ്റസ് മാറും. പക്ഷെ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്ന വചനമാ. യേശുവിന്റെ ശക്തിയെ തകർക്കുവാൻ ഒരു ലോകത്തിലുള്ള ദുർശക്തികൾക്കോ ഒരു ഭരണത്തിനോ അധികാരികൾക്കോ പറ്റുകയില്ല. ദൈവമക്കളെ, ഇന്ന് പറ, ചില ദുഷ്ട പേപ്പറുകൾ
അത് കീറട്ട് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിയമപരമായി വച്ചിരിക്കുന്നത് അധികാരികളത് ക്രോസ് ചെയ്യട്ടെ. ചിലതിന് വിടുതൽ പ്രാപിക്കട്ടെ. ചില തലമുറ തിരിച്ചു വരട്ടെ. മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന്, മൊബൈലുകളുടെ അടിമത്വത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിന്റെ ശക്തി ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം തന്നതാ. നമ്മുടെ നാവിലൊന്ന് ഉപയോഗിക്കാമോ? യേശുവിന്റെ നാമം ഒന്ന് ഉപയോഗിക്കാമോ? അതിനു മുമ്പേ ഇരുന്നൊന്ന് പ്രാപിക്കണം. കർത്താവിന്റെ അടുക്കലേക്ക് ചെല്ലണം. നമ്മുടെ അനാവശ്യ സംസാരങ്ങളെ മാറ്റിക്കളയണം. ഹല്ലേലൂയ. വചനത്തിന്റെ മുമ്പിൽ ചെന്നൊന്ന് കവിണ്ണു വീണണം. ഓരോല കണ്ണുനീരൊഴുക്കാൻ തയ്യാറായോ? ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതുപോലെ 5 ഓഷ്യന്റെ 5 മഹാസമുദ്രങ്ങളുടെയും വെള്ളത്തെ ഉള്ളങ്കരങ്ങളിൽ വഹിക്കുന്ന കർത്താവ് ഒരിക്കലും പറഞ്ഞതാ. ആമേൻ. നീ കാണുന്നു, ഈ 5 സമുദ്രത്തിലെ വെള്ളത്തെ ഞാൻ ഉള്ളങ്കരത്തിൽ വഹിച്ചാലും എനിക്കതിനേക്കാൾ വിലയേറിയത് എന്റെ മക്കളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരാണ് എനിക്ക് വിലയേറിയതെന്ന്. വെള്ളത്തെ അളക്കുന്ന ദൈവം തന്റെ മക്കളുടെ കണ്ണുനീരിനെ ഓമനിച്ച് അതിനകത്തൂടെ ഒരു വിടുതലയക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. കരയുന്ന കരച്ചിലിനെ ആമേൻ തള്ളിക്കളയുന്ന ദൈവമല്ല. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ അടുത്തു വരാം. ചില അധികാരത്തിന്റെ ശുശ്രൂഷകള്, ചില ശക്തികൾ, ദൈവിക ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാം. നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. കർത്താവേ, എന്നിൽ ഈ ശക്തിയുണ്ടോ? എന്നിൽ ഈ അധികാരമുണ്ടോ? ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിക്കാം. എന്റെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. അടുത്തതായിട്ട് എന്താ പറഞ്ഞേ? ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ, 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 ആമേൻ. കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമുക്കൊരു വെളിപ്പാടാണ് ഈ കാലഘട്ടത്തിൽ ആവശ്യം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. ആമേൻ. 16-13 മുതൽ ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞവ. യേശു ഫിലിപ്പിന്റെ കൈസയുടെ പ്രദേശത്തു കൂടി പോകുമ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നുവെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈ ശിഷ്യന്മാർ മറ്റുള്ള ജനങ്ങളിൽ നിന്ന് കേട്ടതനുസരിച്ച് ഒരാൾ പറയുകയാണ് അത് യോഹന്നാൻ സ്നാപകൻ എന്ന്. വേറെ ചിലർ പറയുകയാണ്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറയുന്നു ഏലിയാവ്, ചിലർ പറയുന്നു യിരെമ്യാവ്. പക്ഷെ അന്നേരം കർത്താവ് ചോദിക്കുക, ആകട്ടെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ ശിമോൻ പത്രോസ് പറയാ, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ജഡരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. നോക്കിക്കേ ദൈവമക്കളെ, വിളിച്ചു വേർതിരിച്ചു കൂടിയിരുന്ന ശിഷ്യന്മാരാ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതാ. പക്ഷെ അവരുടെ വിശ്വാസം, അവരുടെ വെളിപ്പാട്, അവർക്ക് എന്തറിവുണ്ട്, അവരുടെ ആഴത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോഴാണ് പറഞ്ഞത്, കർത്താവ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭാഗ്യവാൻ എന്ന് പറഞ്ഞത് അപ്പോസ്തലനായ പത്രോസിനെയാ. എന്തുകൊണ്ടാ? തനിക്കൊരു വെളിപ്പാടുണ്ടായിരുന്നു. ക്രിസ്തുവിനെ നമ്മൾ വെളിപ്പാടിൽ അറിയണം. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ഒത്തിരി അറിവുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർത്തരുത് ദൈവമക്കളെ. ഒന്നാഴത്തിലുള്ള വെളിപ്പാടിലേക്ക് ക്രിസ്തുവിനെ ഒന്ന് അറിയുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ മുഴങ്കാലും അടക്കണം. അവരോട് കർത്താവ് പറഞ്ഞു, നീ ഭാഗ്യവാൻ. ഹല്ലേലൂയ. വെളിപ്പാടിലൂടെ നമ്മൾ ഓരോ ദിവസവും ക്രിസ്തുവിനെ മനസ്സിലാക്കിയ കർത്താവ് അവിടെ പറയുക, ആമേൻ, ഈ വെളിപ്പാടിനെ ഒരു പറയുന്ന പറഞ്ഞ അതിന്റെ മേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഈ ഭൂമിയിലെ ഏതെങ്കിലും ഡിനോമിനേഷന്റെ നെയ്മല്ല, വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ കൂട്ടമാണ് ദൈവസഭ. ആ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയ. ആ സഭയുടെ ഓരോ അവയവങ്ങളും നാം ഓരോരുത്തരും നമ്മളെ കുറവില്ലാത്തവരാക്കി ഓരോ ദിവസവും പണിതെടുക്കണമെങ്കിൽ ഈ പണി എന്ന് വരെയുണ്ട്. ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി പണിയപ്പെടുകയോ. മരണം വരെ ഒരു ദൈവവൈതലിന് പണിയുണ്ട്. അവനെ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധ പുരോഹിത വർഗമായി, ആലയമായി നമ്മെ നിരന്തരം പണിതുകൊണ്ടിരിക്കുക. അന്ത്യശ്വാസം വരെ, ലാസ്റ്റ് ബ്രത്ത് വരെ ഹല്ലേലൂയ നമ്മെ ക്രിസ്തുവിൽ പണിയുക. പത്രോസിനോട് ചോദിച്ചാൽ പറയും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ അപ്പോസ്തലനെ കുറിച്ച് പറയാനുണ്ട്. സമയം ചുരുക്കൊണ്ട് നിർത്തട്ടെ. അടുത്തതായിട്ടൊരു വെളിപ്പാട് ലഭിച്ച ഒരു വ്യക്തിയുണ്ട്, അത് നമുക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ ആമേൻ പൗലോസ്.
ശൗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭക്തൻ ഹല്ലേലൂയ ഗമാലിയന്റെ കാൽ കീഴിലിരുന്ന് ന്യായപ്രമാണം മുഴുവനും പഠിച്ചു യഹൂദ മതത്തെ കുറിച്ച് എരിവുള്ളവനായി ക്രിസ്തു മാർഗക്കാരെ കൊന്നു മുടിക്കുവാൻ ഹല്ലേലൂയ അത്രത്തോളം തനിക്ക് ലഭിച്ച മോശയുടെ പ്രമാണത്തെ കുറിച്ച് ആഴമേറിയ അറിവുള്ളത് കൊണ്ട് മറ്റൊരു മാർഗത്തെ ഉൾക്കൊള്ളുവാൻ തനിക്ക് കഴിവില്ല. തന്റെ ദൃഷ്ടിയിൽ അത് തെറ്റായിട്ടാണ് തോന്നിയത്. അവരെ കൊന്നു മുടിക്കുവാൻ അധികാരപത്രം കൊണ്ടുവരുമ്പോൾ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ഹല്ലേലൂയ ശൗൽ എന്ന പൗലോസിന് കർത്താവിന്റെ വെളിപ്പാട് ലഭിക്കാനിടയായി. ആ വെളിപ്പാടിൽ താൻ ആരായിട്ട് മാറി? അതുവരെയുള്ള ജീവിതം മുഴുവനും മാറ്റിവെച്ചു. ഹല്ലേലൂയ താൻ വേർതിരിക്കപ്പെട്ടവനായി. വെളിപ്പാടിനാൽ നമ്മൾ പണിയപ്പെടുന്നവരാ. ക്രിസ്തുവിന്റെ വെളിപ്പാട്, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ നാം ലോകത്തിലേക്കായി പോകാതെ നാം വേർപെട്ട് ജീവിക്കുന്നവരാകും കേട്ടോ. ഹല്ലേലൂയ അത് മാത്രമല്ല, ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ നമ്മെ ഉപയോഗിക്കുവാനിടയാകും. ഈ അപ്പോസ്തലനെ ഏതെല്ലാം കാര്യങ്ങളിലേക്ക് ഉപയോഗിച്ചു കൊണ്ടുപോയി ദൈവമക്കളെ. ഹല്ലേലൂയ സ്തോത്രം. അനേക രാജ്യങ്ങളില്, യൂറോപ്പിന്റെ നല്ലൊരു ഭാഗം ഇടങ്ങളിലും കർത്താവിന്റെ സുവിശേഷം കൊണ്ടെത്തിക്കുവാൻ തന്നെ കർത്താവ് ഉപയോഗിച്ചു. അത് മാത്രമല്ല, തനിക്ക് വചനത്തിന്റെ വെളിപ്പാട് കൊടുത്തു. ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വെളിപ്പാടിനോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം. ആ വെളിപ്പാടൊക്കെ ഒരുപക്ഷെ 1-2 പ്രാവശ്യമേ ലഭിക്കൂ. പക്ഷെ വചനത്തിന്റെ വെളിപ്പാടോ നമുക്ക് എപ്പോഴും ലഭിക്കുന്നതാ. അതുകൊണ്ട് താൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അനേക ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, ഫിലേമോൻ എഴുതുമ്പോൾ താൻ എഴുതുവോ, ഞാൻ ആത്മാവിൻ മർമ്മങ്ങളെ പറയുകയാ. അപ്പോസ്തലനെ എവിടുന്ന് കിട്ടി ഈ മർമ്മം? വചനത്തിന്റെ അറിവല്ല, അറിവിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു ഗൂഢമായ ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു മർമ്മമുണ്ട്. ആർക്ക് അത് വചന വെളിപ്പാടുണ്ടോ അതിനോട് ചേർത്ത് വെച്ച് കൊടുക്കുന്നതാ. ഹല്ലേലൂയ ഇതിനകത്തായിരിക്കുന്ന ഓരോ ദൈവ മക്കളെ നമുക്ക് കർത്താവിനോട് കരയാം. ഹല്ലേലൂയ ദൈവത്തിന്റെ മർമ്മം പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ വെളിപ്പാട് 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ താൻ പറയുകയാണ്. 10-ന്റെ 6-ാം വാക്യം എന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ, വെളിപ്പാട് 10-ന്റെ 6, ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകും. പ്രവാചകന്മാർക്ക് വേറെ രാജ്യത്ത് പോകുന്ന ദൂതൻ മാത്രമല്ല ദൈവമക്കൾ, അതുകൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ദൈവത്തിന്റെ മർമ്മങ്ങളുടെ ആഴങ്ങളെ ഏത് പ്രവാചകൻ വെളിപ്പെടുത്തുന്നുവോ അവന്റെ പേര് നിത്യതയിലുണ്ട്. അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാ. നിങ്ങൾ എഹെസ്കേലിന്റെ അടുക്കിലേക്ക് ചെല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമാ. ബാബിലോണിലേക്ക് യഹൂദജനത്തെ അടിമകളായി കൊണ്ടുപോയി. BC 606, BC 598, BC 586 3 പ്രാവശ്യം സകല യഹൂദജനത്തെയും എക്സൈലിക്കായി പ്രവാസികളായി ബാബിലോണിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2-ാമത്തെ കൂട്ടത്തിലാണ് എഹെസ്കേലിനെയും കൂട്ടിനെയും കൊണ്ടുപോയത്. പ്രവാസത്തിന്റെ 5-ാം ആണ്ടിൽ തന്നെ പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവം വേർതിരിച്ചു. സാഹചര്യം മുഴുവൻ മഹാ കഷ്ടത്തില, ഒന്നും അനുകൂലമായ സാഹചര്യമല്ല. പക്ഷെ 1-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ വായിച്ചോ, സ്വർഗത്തെ കുറിച്ച് തനിക്ക് ദർശനമുണ്ടായി. കഷ്ടങ്ങളുടെ ആഴങ്ങളിൽ കടന്നു പോകുന്ന ദൈവ പൈതലെ ഹല്ലേലൂയ വെറുതെയല്ല കഷ്ടത്തിലൂടെ വിടുന്നത്, പ്രതിസന്ധിയിലൂടെ വിടുന്നത്. ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനുണ്ട്. കഷ്ടത്തിലായിരിക്കുന്ന ദൈവ പൈതലിനെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ ദൈവത്തിന് ചില ദർശനം കൊടുക്കണം, ചില വെളിപ്പാട് കൊടുക്കണം. കാര്യങ്ങളൊക്കെ ഓക്കെ ആയാൽ നാം കംഫോർട്ട് സോണിലേക്ക് പോകും. വചനം വായിക്കാൻ സമയമില്ല, ഇന്ന് പോരാങ്കിൽ ഇതുകൂടെ ഉണ്ടല്ലോ, ഇതൊന്ന് കയ്യിലെടുത്ത് തോണ്ടാൻ തുടങ്ങിയ പിന്നെ തിരിച്ചിറങ്ങാനൊന്നും പറ്റത്തില്ല. സമയങ്ങളെല്ലാം അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. വചനത്തിനകത്ത് പോകാനും നമുക്ക് സമയമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വെളിപ്പാടിന്റെ വാതിലുകൾ അടഞ്ഞുകൊണ്ടിരിക്കുകയാ. സദൃശവാക്യം 29-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കും. ഹല്ലേലൂയ. എന്നാൽ ഒരു വെളിപ്പാട് നാളുകളിൽ ആവശ്യമാണ്. വെളിപ്പാടിലൂടെ ലഭിക്കുന്ന വചനം, വെളിപ്പാടിലൂടെ ലഭിക്കുന്നതായ സ്വർഗീയ ദർശനം. എഹെസ്കേലിന്റെ പ്രവചനം ഓരോ അധ്യായം വായിച്ച എല്ലാ സ്റ്റാർട്ടിങ്ങിലും മിക്ക അധ്യായങ്ങളും കാണാം യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്ന്. ചിലതിന് മാത്രം ഡേറ്റും ഡേയും ഇയറും പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. തനിക്ക് ഹല്ലേലൂയ സ്വർഗത്തെ കുറിച്ചുള്ള ദർശനം, വെളിപ്പാട്. പിന്നെന്താ?
37 അധ്യായത്തിൽ വരുമ്പോ അസ്ഥി താഴ്വരകളിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ കുറിച്ചുള്ള ദർശനം. ഹല്ലേലൂയ. ഇന്ന് അനേകരും മരണപ്പെട്ടുകൊണ്ട് ആത്മീയ മരണം സംഭവിച്ച അസ്ഥി കഷ്ണങ്ങളായി കിടക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, എത്രത്തോളം വ്യക്തികൾക്ക് വേണ്ടി കരയുവാൻ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ഒരു വെളിപ്പാട് ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി, ഈ കാലഘട്ടത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ ജനതയ്ക്ക് വേണ്ടി അസ്ഥി കൂമ്പാരങ്ങളായി ആമേൻ കൂന കൂടി കിടക്കുന്നതായ അനുഭവങ്ങളെ കണ്ടിട്ട് ഒരു എസ്കേൽ പ്രവാചകനെ പോലെ ഒരു വെളിപ്പാട് ലഭിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ പ്രവചിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവരോട് വചനം വിളിച്ചു പറയുവാൻ കാലഘട്ടത്തിൽ നമ്മളെ ശുശ്രൂഷയ്ക്കാക്കിയിരിക്കുകയാ. നമുക്ക് തുടരാം ദൈവമക്കളെ. തനിക്ക് പിന്നെ 40 അധ്യായം തൊട്ട് വായിച്ചേ. തനിക്ക് ആലയത്തെ കുറിച്ച് ദർശനം കൊടുത്തു. ഹല്ലേലൂയ. തനിക്ക് പുതിയ യെരൂശലേമിനെ കുറിച്ച് ദർശനം കൊടുത്തു. വേറെന്നുള്ള 48 അധ്യായങ്ങളെ നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ ആലയത്തിന്റെ ദർശനം. ഇന്ന് എത്രയോ ആലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നമുക്ക് വെളിപ്പാട് ലഭിക്കുന്നുണ്ടോ? എത്രയോ സഭകൾ ഐക്യതയില്ലാതെ തകർന്നുകൊണ്ടിരിക്കുന്നു. മീഡിയകളിലൊക്കെ പരസ്യ കോലമാക്കി അനേകരെ വരച്ചു കാട്ടുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ ആമേൻ ഈ വ്യക്തിത്വങ്ങളൊക്കെ ഒന്ന് വഹിച്ചുകൊണ്ട് കരയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ പല മീഡിയകളും ക്ലോസ് ചെയ്യുവാനിടയാകും. ദൈവമക്കളെ, നമുക്ക് വെളിപ്പാട് വേണം. ഹല്ലേലൂയ. ആലയത്തെ കുറിച്ച് നമുക്കൊരു വെളിപ്പാട് വേണം. തകരുന്ന ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ റൂമിൽ നമുക്ക് ലഭിക്കണം ആ വെളിപ്പാട്. ആമേൻ. ഒരുപക്ഷെ ആ വ്യക്തിയുടെ അടുക്കൽ ആ സമയം പോകാൻ പറ്റിയില്ലെങ്കിലും നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശബ്ദം ആ പോകുന്ന വ്യക്തിയുടെ കാതിൽ മുഴങ്ങും. ദൈവത്തിന്റെ വചനം അതിവേഗം ഓടുന്നതോ, മരിച്ചവരെ പോലും അവന്റെ ശബ്ദം കേൾക്കും. ആ ശബ്ദത്തെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അതിന് വാക്കും ഭാഷണവും കൂടാതെ ആമേൻ കണ്ണുനീരോടെ നമ്മളെ പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നാം ഒരു അധികാരം പ്രാപിക്കണം. പ്രാർത്ഥനയിൽ നമുക്കൊരു ദർശനം വേണം. പ്രാർത്ഥനയിൽ നമുക്കൊരു വെളിപ്പാട് വേണം. പക്ഷേ ശത്രു സമ്മതിക്കത്തില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒന്നുകിൽ ഫോൺ കോള്, അല്ലെങ്കിൽ ആ ജോലി തീർന്നില്ലല്ലോ, അല്ലെങ്കിൽ എന്താ അന്യ ചിന്തകള്, പല വിചാരങ്ങള്. നമ്മുടെ ദർശനത്തിന്റെയും വെളിപ്പാടിന്റെ വാതിലിനെ ദുഷ്ടൻ അടയ്ക്കുകയാ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് നമ്മുടെ വെളിപ്പാടിനെ തടയുന്ന, ദർശനങ്ങളെ തടയുന്ന അന്ധകാരത്തിന്റെ പോരുകള് യേശുവിന്റെ നാമത്തിൽ അത് തകരട്ടെ. ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ നമുക്ക് അധികാരം തന്നിരിക്കുമ്പോ ഈ 40-ാമത്തെ ദിവസം നമ്മുടെ ഒരു അസറ്റ് അതാകട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഞാനും ആമേൻ ഭയപ്പെട്ട് എന്നെ എന്തിനാ ഇന്ന് വിളിച്ചതെന്ന്. പക്ഷെ ദൈവത്തിന് നമ്മുടെ ആമേൻ ആരും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് തന്റെ വചനം ഒരു കഴുതയിലൂടെ ആയാലും ആമേൻ വിളിച്ചറിയിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ആര് പറയുന്നല്ല. ഹല്ലേലൂയ. നാം കേൾക്കുന്ന വചനം ആമേൻ നമുക്കൊന്ന് ഏറ്റെടുക്കാം. ദൈവദാസനോട് നമ്മൾ കേട്ടു, അയച്ച വചനം കാര്യം സാധിപ്പിക്കുവാൻ, ഫലവത്താക്കി വിളയിച്ചു തരുവാൻ നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നത് ആമേൻ ദൈവിക ശക്തിയാണ്, ദൈവത്തിന്റെ അധികാരമാണ്, വചനത്തിന്റെ ആഴങ്ങളിലുള്ള മർമ്മങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. ഹല്ലേലൂയ. മർമ്മങ്ങളുടെ ആധിക്യ നിമിത്തം ഹല്ലേലൂയ ദൈവദാസൻ പറയുകയാ, അത് നിഗളിച്ചു പോകാതിരിക്കാൻ കുത്താനൊരു ദൂതൻ ആമേൻ സാത്താന്റെ ദൂതനെയും കൂടെ തന്നു. ഇല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരുടെ അവസ്ഥയായി വീണു പോകാതിരിപ്പാൻ. ഹല്ലേലൂയ. അപ്പസ്നോട് ചോദിച്ചാൽ പറയും, എനിക്ക് ലഭിച്ച വെളിപ്പാടിന്റെ ശക്തി കൊണ്ട് ഹല്ലേലൂയ ഞാൻ സുവിശേഷം പ്രസംഗിച്ചു. ആമേൻ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 11-ാം വാക്യം പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുക, ഞാൻ ഈ സുവിശേഷം ആമേൻ സഹോദരന്മാരെ ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. ഹല്ലേലൂയ. ഗലാത്യർ 1:11. ഹല്ലേലൂയ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല. ഒരു ടെക്നോളജിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിന്നും ഞാൻ പ്രാപിച്ചില്ല. ഞാനതങ്ങ് ചേർത്ത് വെച്ച് പറഞ്ഞതാ, ഇന്നത്തെ കാലത്തോട് ചേർത്ത്. പക്ഷേ ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് ഞാൻ സുവിശേഷം അറിയിക്കുന്നത്. വെറുതെ എടുത്ത് ദൈവവചനം ഘോഷിച്ചാൽ ഓർക്കണമേ, ഇരുവായ്ത്തലയുള്ള വാളാണ്. ഹല്ലേലൂയ. അതില് അധികാരം പ്രാപിക്കാതെ ആമേൻ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ, ദൈവിക ശക്തി ഇല്ലാതെ ഈ വചനം എടുത്തോണ്ട് നടന്നാൽ ഹല്ലേലൂയ തലമുറകളോളം ശപിക്കപ്പെടുന്ന അനുഭവം ആയിപ്പോകും. ബുദ്ധി കൊണ്ടല്ല, ആത്മാവിന്റെ ശക്തിയിലും അധികാരത്തിലും ആമേൻ ആ ഒരവസ്ഥയിൽ നിത്യതയോളം ഏറിയ തലമുറകൾ വരെ 1000 തലമുറ വരെ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്ന മാർഗമാണ് യേശുവിന്റെ വചനവും ആ
വെളിപ്പാട് ഹല്ലേലൂയ അനുഗ്രഹം പ്രാപിക്കുവാനായി നമുക്കതിനെ പ്രാപിച്ചെടുക്കാം. ആമേൻ. ഈ അപ്പോസ്തലൻ തന്നെ പറയുക, ഹല്ലേലൂയ, ഒരു മനുഷ്യനെ എനിക്ക് ക്രിസ്തുവിൽ അറിയാം. 2 കൊരിന്ത്യർ 12-1 മുതൽ വായിക്കുമ്പോൾ താൻ പറയാ, 1-ാമത്തെയും പറയുക, ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോവുകയാ. ഹല്ലേലൂയ. തനി എന്താ ആമേൻ ഈ ദർശനം കൊണ്ടും ഈ വെളിപ്പാട് കൊണ്ടും താൻ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിച്ചു. ഹല്ലേലൂയ. അതിന്റെ 11-ാം അധ്യായം 16 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഒരു വലിയ പട്ടിക നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വലിയ കാര്യങ്ങളാ താൻ അനുഭവിച്ച കഷ്ടങ്ങൾ. ഒന്നും എൻ്റെ സമയത്തിൽ പറയാൻ പോകുന്നില്ല. ആമേൻ. നിങ്ങൾ വായിച്ചാൽ മതി. ആമേൻ. 21 തൊട്ട് താഴോട്ട് വായിച്ചു. താൻ സഹിച്ച സകല കഷ്ടങ്ങളും വേദനകളും പരിഹാസങ്ങളും അടിയും പട്ടിണിയും ആമേൻ കള്ളന്മാരുള്ള ഉപദ്രവത്തോ സഹോദരന്മാരുള്ള. പക്ഷെ അവിടെ എങ്ങും അപ്പോസ്തലന്റെ ശുശ്രൂഷ തകർന്നു പോയില്ല. നമുക്കറിയാം, ഇന്ന് 4 പേര് വിമർശിച്ച 5-ാമത്തെ ദിവസം ആ വ്യക്തി കാണാനില്ല. ഹല്ലേലൂയ. മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോകും. പക്ഷെ അല്ല ദൈവമക്കളെ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചുകൊണ്ട്, ഹല്ലേലൂയ, വചനത്തിന്റെ വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ആര് നിൽക്കുന്നുവോ അവർ ഭൂമിയിൽ ആടി ഉലയത്തില്ല. അനേക ഉപദേശങ്ങൾ കാലങ്ങളിൽ വരുന്നുണ്ട്. ഹല്ലേലൂയ. ദുരുപദേശങ്ങളെന്നും അന്യോപദേശങ്ങളെന്നും ഒക്കെ പറയുന്നു. ഫെസലേഖനം 4 അപ്പോസ്തലൻ പറയുന്നത് പോലെ ഉപദേശത്തിന്റെ കാറ്റിനാൽ നാം അലഞ്ഞുഴലുന്നവരായി പോകരുത്. ആകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുവൻ അങ്ങനെ ഒരുവൻ ഇങ്ങനെയും പറഞ്ഞോട്ടെ, നമുക്കത് വിഷയമല്ല. ആമേ, അത് നല്ലതെന്നോ തീയതെന്നോ നമ്മൾ പറഞ്ഞ് അവരുടെ പാപത്തിൽ ഓഹരിക്കാരാവണ്ട. ഒരു പ്രവാചകൻ പറയുന്നത് ഒറിജിനലോ കള്ളമോ ആകാം. അവൻ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞ് അവരുടെ പാപത്തിൽ നമുക്ക് ഓഹരിക്കാരാകണ്ട. ഹല്ലേലൂയ. വേണമെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചൊരു നല്ല അനുഭവം കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിലുപരി നാം ദൈവസന്നിധിയിൽ നിന്ന് ക്രിസ്തുവിന്റെ വെളിപ്പാടോടുകൂടെ, ഹല്ലേലൂയ, സ്വർഗീയ ദർശനത്തോടുകൂടെ, വചനത്തിന്റെ വെളിപ്പാടോടുകൂടെ സുവിശേഷ വേല ചെയ്യുക. തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ വചനം കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. മർമ്മങ്ങളെ വെളിപ്പെടുത്തി, ഹല്ലേലൂയ, മാത്രമല്ല എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ വ്യക്തമായിട്ടൊരു കാര്യം കാണുവാൻ സാധിക്കും. 7 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഫിലദൽഫിയ സഭയുടെ ദൂതൻ എഴുതുകയാ. ഹല്ലേലൂയ. എന്നിട്ട് അതിന്റെ താഴോട്ട് വരുമ്പോൾ അതിന്റെ 10-ാം വാക്യം പറയുകയാ, സഹിഷ്ണുതയെ കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷകാലത്ത് ഞാനും നിന്നെ കാക്കും. ഹല്ലേലൂയ. വചനം എവിടുന്നാ കിട്ടിയത്? വെളിപ്പാടിൽ കൂടെ കിട്ടിയ വചനം. അത് മാത്രമേ നമുക്ക് അനുസരിക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനം നമ്മൾ മറന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. ഉറക്കത്തിൽ കേട്ട ശബ്ദത്തിന്റെ വചനം നമ്മൾ മറന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. വേദനയുടെ മധ്യത്തിലിരുന്നപ്പോൾ വചനമെടുത്ത് വായിച്ചപ്പോൾ ലഭിച്ച വചനം മറന്നിട്ടുണ്ടോ? എന്നാൽ നമ്മുടെ സഭയിലെ ദൈവദാസന്മാർ ചിലപ്പോൾ എത്രയോ ദൈവമക്കൾ ആമേൻ പ്രസംഗിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം പ്രസംഗിച്ച വചനം ചോദിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാകുമോ? പക്ഷെ ദൈവാത്മാവിനാൽ സ്വന്തം വെളിപ്പാടിനാൽ ഒരു വചനം നമുക്ക് തന്നാൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ പലകയില് അത് എഴുതി വെക്കുകയാ. ഹല്ലേലൂയ. വചനം നാം മറക്കത്തില്ല. ആ വചനം വീണ്ടും വീണ്ടും നമ്മളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കേൾപ്പിച്ച വചനം വേറൊരു വ്യക്തിയിലൂടെ കേട്ടാല് അത് നമ്മളെ ഉറപ്പിച്ചു തരികയാണ്. നമുക്ക് കൂട്ടായ്മ വേണം, ഒരുമിച്ചുള്ള പ്രാർത്ഥന വേണം, സഭായോഗങ്ങൾ വേണം. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ വചനത്തെ ഉറപ്പിക്കുന്ന അനുഭവം, വചനത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം, വീര്യപ്രവർത്തികൾ നടക്കണം. നമുക്കൊന്ന് മടങ്ങി വന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കണം, അത് എന്നെ ഉപയോഗിക്കണമേ. ഹല്ലേലൂയ. ഇനി നാം പ്രവചനം കേൾക്കുവാനല്ല, പ്രവചനത്തെ വാരിവിതറി ആമേൻ വചനത്തിന്റെ മർമ്മങ്ങളാൽ അനേകരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. നമുക്ക് ചില ശുശ്രൂഷകൾ ഏറ്റെടുക്കാം, ചില അധികാരങ്ങളെ പ്രാപിക്കാം. ഇത് വെറുതെ അല്ല. ആമേൻ. ഇതിനോട് ചേർന്ന് ഞാൻ ആ വായിച്ച താഴെ ഭാഗം കൂടെ വായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ ഒരു പരീക്ഷാകാലം വരാൻ പോവുകയാ. അത് നമ്മുടെ ജീവിതത്തിന്റെ എൻഡ് ടൈമിലേക്ക് വരുമ്പോൾ നാം അത് അനുഭവിക്കും.
അത് വ്യക്തിപരമായിട്ടാണ് ആ പരീക്ഷാകാലം. ഹാലലിയ. ചിലരൊക്കെ രോഗത്തിന്റെ കിടക്കയിൽ കിടക്കും, ചിലരൊക്കെ വാർദ്ധക്യത്തിന്റെ അവസ്ഥയിൽ ചെല്ലും. ഏതനുഭവത്തിൽ ചെന്നാലും ചിലതൊക്കെ നമ്മൾ സഹിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷേ അവിടെ ആത്മഹത്യ ചെയ്യുവാനിടയാകാതെ, പിറുപിറുത്തുകൊണ്ട് പാപത്തിൽ അകപ്പെട്ടിടയായി പോകാതെ, ഈ കഷ്ടങ്ങളെയും ഈ നിന്ദകളെയും ഈ ഒറ്റപ്പെടുത്തലുകളെയും ഈ തള്ളിക്കളയുന്ന അവസ്ഥയെയും ഈ രോഗത്തിന്റെ കാഠിന്യത്തിന്റെ വേദനയെയും സഹിച്ച് ജയിക്കുവാനുള്ള ഒരു വലിയ ശക്തി ദൈവം നമ്മളിലേക്ക് തരുന്നത് നാം വചനം കാത്തു സൂക്ഷിച്ചാൽ കർത്താവ് നമ്മളെ സൂക്ഷിപ്പാനിടയായി തീരും. ഒരിക്കൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞതാ, അതിന്റെ 12-ാം വാക്യത്തിന്റെ ലാസ്റ്റിലോട്ട് വായിച്ചേ, ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ തൂണാക്കും, ഞാൻ ഒരിക്കലും അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അടുത്ത വാക്യം നമ്മൾ ആമേൻ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേലെഴുതും. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ പോകുന്ന രാജ്യത്തില് നമുക്കൊരു എൻട്രി വേണമെങ്കിൽ, ഒരു പ്രവേശനം വേണമെങ്കിൽ, നമുക്കൊരു അഡ്രസ് വേണം. നമുക്കറിയാം, നമ്മളൊക്കെ ഗൾഫുകളിലൊക്കെ യാത്ര ചെയ്യുന്നവരാ. ഡിപ്പാർച്ചർ ഗേറ്റിലേക്ക് വരുമ്പോ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മളവിടെ കാണിക്കണം. നമ്മുടെ പാസ്പോർട്ട് കാണിക്കണം, വിസ കാണിക്കണം, ടിക്കറ്റ് കാണിക്കണം. അല്ലെങ്കിൽ 3 കാര്യങ്ങൾ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് അകത്തേക്ക് ഒരു പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ആ ഡോക്ടർക്ക് നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു ലെറ്റർ എടുത്ത് എഴുതും. എന്നേക്കാൾ നല്ലൊരു ഹോസ്പിറ്റലും ഒരു ഡോക്ടറും ഞാൻ അറിയപ്പെടുന്നതുണ്ട്. ആ ഡോക്ടറുടെ പേരെഴുതും, ഹോസ്പിറ്റലിന്റെ പേരെഴുതും, ആരാണ് നമ്മളെ ഈ രോഗി അയച്ച ഡോക്ടറിന്റെ പേരെഴുതും. 3 അഡ്രസ്സും കൊണ്ട് നാം ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ നാം കാത്തു നിൽക്കേണ്ടി വരത്തില്ല. വേഗത്തിലാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ലഭിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആളുടെ ഇവിടെ 3 അഡ്രസ്സാണ്. ഒന്ന്, നമ്മുടെ ദൈവത്തിന്റെ നാമം നമ്മുടെ മേലെ എഴുതണമെങ്കിൽ അതിന് തന്നിരിക്കുന്നതായ മാർഗം എന്താണ്? വെളിപ്പാടിനാൽ ലഭിക്കുന്ന വചനം അലലിയ കാത്ത് സൂക്ഷിച്ച് അനുസരിച്ച് ദൈവവചന പ്രകാരം ദൈവഭയത്തോടെ വേർപെട്ട ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ ദൈവ പൈതല് നിന്റെ മേൽ എഴുതുന്ന ഒരു നാമമുണ്ട്. പിതാവായ ദൈവത്തിന്റെ പേര് നമ്മുടെ മേലെഴുതും. അടുത്തതായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ പേര്, നീ പോകാൻ പോകുന്ന രാജ്യത്തിന്റെ പേരില്ലെങ്കിൽ ആമേൻ മരണാനന്തരം സ്വർഗവാതിലിനടുത്ത് ചെല്ലുമ്പോൾ നിന്റെ ഡോക്യുമെന്റ് കറക്റ്റ് അല്ലെങ്കിൽ അവിടെ മറ്റൊരു കൂട്ടം വാതിലിൽ നിപ്പോണ്ട് ഇങ്ങോട്ട് വിട്ടാരെ പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുവാൻ ഓർക്കണമേ. ആമേൻ. സ്വർഗീയ യെരൂശലേമിന്റെ പേര് നമ്മുടെ മേൽ എഴുതണം. നമ്മുടെ ഉപവാസം, പ്രാർത്ഥന, നാളത്തെ അനുഗ്രഹത്തെ കുറിച്ചുള്ള പ്രവചനം കേൾക്കാൻ മാത്രമാകരുത് ദൈവമക്കളെ. അധികാരം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ, വെളിപ്പാട് പ്രാപിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അനേക സാധുക്കളെ ചേർത്ത് പിടിച്ച് ആമേൻ അവരുടെ അടുക്കലേക്ക് ചെന്ന് അവരുടെ വേദന സ്വന്തം വേദനയായി ഏറ്റെടുത്ത് സൗഖ്യം കൊടുത്ത, ആഹാരം കൊടുത്ത കരങ്ങൾ തിരിച്ചു കിട്ടിയതാണെങ്കിൽ നീ ഒരു വ്യക്തിക്ക് വേണ്ടി നീതി ചെയ്യുമ്പോൾ നിനക്ക് വരുന്ന നിന്ദയും പരിഹാസവും യജമാനന്റെ കാൽച്ചുവട് പിന്തുടരുകയാണെന്ന് മറന്നു പോകരുത്. കരങ്ങളിൽ ആട് ലഭിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിന്ദയും പരിഹാസവും നീ സഹായിച്ചവർ നിമിത്തം വരുന്നെങ്കിൽ ക്രൂശിലേക്ക് നോക്കിയാൽ മതി. കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞതാ, ഞാൻ ഈ ജനത്തിന് ആഹാരം കൊടുത്തു, എന്റെ കരം കൊണ്ട് വരെ സൗഖ്യമാക്കി, എല്ലാം ഞാൻ ചെയ്തു, മരിച്ചവരെ ഉയർപ്പിച്ചു. ജനം എനിക്ക് എന്താ തിരിച്ചു തന്നത്? ഒരു കൂട്ടം ജനം ആർത്ത് പറഞ്ഞു ക്രൂശിക്ക, വേറൊരു കൂട്ടം ജനം എന്ത് ചെയ്തു? അധികാരികൾ കരങ്ങളിൽ ആണിതറച്ചു. ദൈവമക്കളെ, നമുക്ക് വലിയ ഫ്ലെക്സ് കിട്ടത്തില്ല, വലിയ പേരും പെരുമയും കിട്ടത്തില്ല. ആലേ കിട്ടുന്നതൊക്കെ അവൻ മറ്റുള്ളവരിൽ വരുന്ന ക്രൂര ആണികളാ. ഒരു കൂട്ടം ചിലപ്പം പറഞ്ഞു നിരിക്കും, ഒരു കൂട്ടം ദൈവത്തെ മഹത്വപ്പെടുത്തി, ഒരു കൂട്ടം കർത്താവിനോട് കൂടെ ചേർന്ന് നിന്ന് സ്നേഹിച്ചു, മറ്റൊരു കൂട്ടം കൊല്ലുവാനുള്ള പദ്ധതികൾ നോക്കി. യജമാനൻ പോയ വഴി അതാണ്. അതുകൊണ്ട് നാം ക്ഷീണിച്ചു പോകരുത്. ഈ കാലഘട്ടം പീഡനത്തിന്റെ കാലഘട്ടമാ, പ്രതികൂലത്തിന്റെ കാലഘട്ടമാ. ക്രിസ്തുവിനുള്ള വെളിപ്പാടില്ലെങ്കിൽ, വെളിപ്പാടിലൂടെ വചനം ലഭിച്ചില്ലെങ്കിൽ നിൽക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ആ
വചനം നാം കാത്തു സൂക്ഷിച്ച ദൈവത്തിന്റെ പേര് നമ്മളിൽ എഴുതുമേ. ഹല്ലേലൂയ. പോകുന്ന രാജ്യത്തിന്റെ പേര് എഴുതുമേ. ഹല്ലേലൂയ. ആര് നമ്മളെ അയച്ചു? ബൈ ജീസസ് ക്രൈസ്റ്റ്. കർത്താവ് ലോകത്തിൽ നമ്മുടെ ജീവിതം വാച്ച് ചെയ്യുക. ആമേൻ. നമ്മളെ റെക്കമെൻഡ് ചെയ്ത് വിടുന്നത് യേശു ക്രിസ്തുവ. തന്റെ രക്തവും ജീവനും നമ്മുടെ മറുവിലയാ. ഹല്ലേലൂയ. അതിന്റെ വിലക്കൊത്തവണ്ണം നമുക്ക് അഡ്രസ് ചെയ്യും. ഈ അഡ്രസ്സും കൊണ്ട് ഹല്ലേലൂയ സ്വർഗീയ വാതിലിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പുതിയ യെരൂശലേമിലേക്ക് ഹല്ലേലൂയ നിഷ്പ്രയാസം ദൂതന്മാർ വന്ന് നമ്മളെ കൊണ്ടുപോകുവാനിടയാകും. നമ്മുടെ ആമേൻ ആത്മീയ കണ്ണുകളെ തുറക്കട്ടെ. നമ്മളെ തന്നെ ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവെ, കഴിഞ്ഞ 40 ദിവസം ഞങ്ങൾ നിന്റെ പാദവിടത്തിലായിരുന്നു. ദൈവദാസനെ കുടുംബമായി ഒരുക്കി, അനേക പ്രിയപ്പെട്ടവരെ ആമേൻ ഉപവസിക്കുവാൻ ഒരുക്കി. ഹല്ലേലൂയ. 40-ാം ദിവസം പകൽക്കാലം ഞങ്ങൾ വന്നിരിക്കുക. ഞങ്ങളുടെ ആമേൻ ഞങ്ങളുടെ മേലൊരു പേരെഴുതണം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് രാജ്യത്തിന്റെ പേര് വേണം. ആമേൻ. അങ്ങ് ഞങ്ങളെ അഡ്രസ് ചെയ്ത് അയക്കണം. ഞങ്ങളുടെ അഡ്രസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് നിന്റെ വചനത്തിന്റെ വെളിപ്പാട് തരണമേ. അങ്ങേ ഞങ്ങൾ കാര്യത്തിൽ വെളിപ്പെട്ടറിയുക. ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആയിരിക്കുന്നിടത്ത് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ശത്രുവിന്റെ പ്രവൃത്തികൾ തകരട്ടെ. ആമേൻ. വെളിപ്പാട് വന്ന് ആമേൻ അതിന്റെ വാതിലുകളെ അന്യ ചിന്തയിട്ട് ഏകാഗ്രതരാതെ അടയ്ക്കുന്ന ദുഷ്ടന്റെ പ്രവൃത്തികൾ എന്ന പകൽക്കാലം തകരട്ടെ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ഒരു അധികാരമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പ്രാപിക്കുവാനുള്ള ഒരു ശക്തിയുണ്ട്. നമുക്കതിനെ അപ്ലൈ ചെയ്യാം. നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തിയാൽ മുന്നോട്ട് പോകുക. ദൈവാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രതികൂലം നിൽക്കുന്നതിനെ കർത്താവ് തകർക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിമിത്തം ഭാരപ്പെടുന്നവരും ഇന്ന് പകൽക്കാലം ദൈവം ഒരു വിടുതൽ അയച്ചിരിക്കുക. പറഞ്ഞാട്ട് ദൈവമക്കൾ നമ്മുടെ വാഗുണ്ട് നമ്മൾ പറയണം. ആമേൻ. ഏത് വിഷയമാകട്ടെ, അതിന്റെ പർവ്വത സമാനമായ ഏത് വിഷയമാണെങ്കിലും അതിനെ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റുന്ന കർത്താവിന്റെ ശക്തിയുടെ വ്യാപാര ഓരോരുത്തരോടും ആമേൻ ഞാൻ പേര് വിളിച്ചു ദൂത് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ എല്ലാവരോടും അമ്മൻ ഞാൻ സഹിതം എല്ലാവരോടുമുള്ള വചനമാ. ഹല്ലേലൂയ. നാം മറ്റുള്ളവർക്ക് ദൂത് അറിയിക്കുന്നവരായി തീരട്ടെ. ഉപവസിച്ച പ്രിയപ്പെട്ടവരെ ദൈവം സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, വീഴാതെ വണ്ണം ഞങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ ആമേൻ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവനെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കർത്താവേ, ഉപവസിച്ച് ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിക്കാൻ തന്ന വിഷയങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തലമുറകളെ വിശേഷാൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ തലമുറകൾക്ക് സ്വർഗീയ ദർശനം കൊടുക്കണമേ. വചനത്തിന്റെ വെളിപ്പാട് കൊടുക്കണമേ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളാകുന്ന ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. അവരെല്ലാം ആളുമാറിയവരെ പോലെ ആകട്ടെ. വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതലായി തീരട്ടെ. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് ഇറക്കണമേ. ഒരു പുതിയ അനുഭവത്തിലേക്ക്. തുടർന്നുള്ള നാളുകൾ ഞങ്ങൾ വഴിയിൽ ക്ഷീണിച്ചു പോകാനല്ല, 3 നാളായി അങ്ങയോട് കൂടിയിരുന്ന ജനത്തെ ആമേ തനിയെ വിടുവാൻ കർത്താവിന് മനസ്സില്ലായിരുന്നു. അവർക്കുടെ വിശപ്പറിഞ്ഞു, അവരുടെ ശാരീരിക ക്ഷീണമറിഞ്ഞു. കർത്താവ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുത്തു. ഹല്ലേലൂയ. ഞങ്ങളെ ക്ഷീണിതരായി വിടുവാൻ, ഞങ്ങൾ വഴിയിൽ തളർന്നു പോകുമെന്ന് ഞങ്ങളുടെ അവസ്ഥയറിഞ്ഞ് ഞങ്ങളോട് മനസ്സലിയുന്ന ഞങ്ങളുടെ നല്ല കർത്താവ് ഇന്ന് പകൽക്കാലം ഓരോ മക്കളാ നടിയങ്ങളെ ബലപ്പെടുത്തിയാട്ട് കർത്താവ് പുതിയ ആഹാരം ഞങ്ങൾക്ക് തരുമാറാകണമേ. തന്നതിനായി സ്തോത്ര. ഹല്ലേലൂയ. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. വിശുദ്ധി ഞങ്ങളെ സൂക്ഷിക്കണമേ. മുഴുമഹത്വം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവ് ഉത്തരം വരണമേ. ആമേൻ. എന്നെ മീറ്റിംഗിലേക്ക് വിളിച്ച ദൈവദാസനോടും കുടുംബത്തോടും എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേക നന്ദി സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.